ഈ വർഷം മോഹൻലാലിന്റേതായ ഒരൊറ്റ റിലീസ് മാത്രമാണ് തിയേറ്ററിലേക്ക് എത്തിയത്, മലക്കോട്ടെ വാലിബൻ. എന്നാൽ ഈ ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതുമില്ല. പിന്നീട് മോഹൻലാലിന്റെ ഒരു റിലീസും നമുക്ക് മുന്നിലേക്ക് എത്തിയില്ല. അക്ഷമരായ പ്രേക്ഷകർ കാത്തിരിക്കുന്നുവെങ്കിലും മോഹൻലാലിന്റെ ഗംഭീര സിനിമകൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതും വമ്പൻ ചിത്രങ്ങളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്, എമ്പുരാൻ അടക്കമുള്ള വമ്പൻ ചിത്രങ്ങൾ. എന്നാൽ ഈ വർഷം നമുക്ക് മുന്നിലേക്ക് അവസാനമായി എത്താൻ പോകുന്നത് ബറോസ് തന്നെയായിരിക്കും. ആ ചിത്രത്തിന്റെ റിലീസൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൂടാതെ മോഹൻലാലിന്റെ ലൈനപ്പിലുള്ള മറ്റ് പല സിനിമകളുടെയും റിലീസിംഗ് ഡേറ്റുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിന്റേതായി ബറോസ് വരാൻ പോകുന്നു, എമ്പുരാൻ റിലീസ് പ്രഖ്യാപിച്ചു, തുടരും എന്ന ചിത്രത്തിന്റെ റിലീസ് അറിയാനുണ്ട്. കൂടാതെ ഇനി ഷൂട്ടിംഗിലേക്ക് കടക്കാൻ പോകുന്ന ചിത്രങ്ങളുടെയൊക്കെ റിലീസ് ഇനി പ്രഖ്യാപിച്ചാൽ അപ്പോൾ അറിയാം. എന്നാൽ ഇതിനു മുമ്പേ തന്നെ ഒരു റിലീസിംഗ് പ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുകയാണ് ആശീർവാദ് സിനിമാസ്. ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ എത്താൻ പോകുന്ന പല ചിത്രങ്ങളുടെയും റിലീസ് നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ എത്തിയിരിക്കുകയാണ്. വരാൻ പോകുന്നത് രാജാവാകുമ്പോൾ ആ വരവ് രാജകീയം ആവണമല്ലോ, ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ആരാധകർ ഇതിനെ കണ്ടതും. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ എത്താൻ പോകുന്ന സിനിമയാണ് ബറോസ്. ആശീർവാദ് സിനിമാസ് ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ബറോസിന്റെ റിലീസിംഗ് പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. 2024-25 ഡിസംബറിനാണ് ഈ ചിത്രം എത്തുന്നത്, ക്രിസ്മസ് റിലീസായി തന്നെ. അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് പ്രഖ്യാപിച്ചത് എമ്പുരാൻ എന്ന ഏറ്റവും വമ്പൻ ചിത്രത്തിന്റേതായിരുന്നു. ഇതും ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ എത്തുന്ന സിനിമയാണ്. ഒപ്പം ലൈക്ക പ്രൊഡക്ഷൻസും ചേരുന്നു. ഈ ചിത്രത്തിന്റെ റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത് 2025 മാർച്ച് 27-നാണ്. എന്നാൽ നമുക്കറിയേണ്ടത് മറ്റു പല ചിത്രങ്ങളുടെയും റിലീസായിരുന്നു, അതുകൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. പറയുന്നത് 2025 ആശീർവാദിന്റെ റിലീസുകളെ കുറിച്ചാണ്. ആശീർവാദ് റിലീസ് ചെയ്യണമെങ്കിൽ അത് മോഹൻലാൽ സിനിമയായിരിക്കണമല്ലോ. മോഹൻലാലും തരുൺമൂർത്തിയും ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിന്റെ റിലീസ് കൂടി ഇതിനൊപ്പം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തുടരും എന്ന ചിത്രം 2025 തുടക്കം തന്നെ എത്തുന്നു. ജനുവരി 30-നാണ് തുടരും എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഈ റിലീസിംഗ് പ്രഖ്യാപനം അവിടെയൊന്നും തീരുന്നില്ല. ആശീർവാദിന്റെ തന്നെ പ്രൊഡക്ഷനിൽ എത്താൻ പോകുന്നതാണ് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യാൻ പോകുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രം. ഇതിന്റെയും റിലീസിംഗ് പ്രഖ്യാപിച്ചു എന്നതാണ് കൗതുകം. ഇതുവരെ ഷൂട്ടിംഗ് പോലും തുടങ്ങിയില്ല, പക്ഷേ റിലീസിംഗ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2025 ഓഗസ്റ്റ് 28-നാണ് ഈ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുക. പിന്നെ വരുന്നത് ഒരു ഗംഭീര പാൻ ഇന്ത്യൻ ചിത്രമാണ്. ഋഷഭ എന്ന മോഹൻലാലിന്റെ ഒരു ചിത്രം ഒരുങ്ങുന്നുണ്ടല്ലോ, അത് എത്താൻ പോകുന്നത് 2025 ഒക്ടോബർ 16-ന്. അടുപ്പിച്ചടുപ്പിച്ച് മോഹൻലാലിന്റെ ഗംഭീര 5 സിനിമകളുടെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആന്റണി പെരുമ്പാവൂർ. അത്രയ്ക്ക് കോൺഫിഡന്റോടുകൂടി റിലീസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരെ ഞെട്ടിയിരിക്കുകയാണ്. 5 സിനിമകളുടെ റിലീസിംഗ് പ്രഖ്യാപനം ഒറ്റയടിക്ക് അവതരിപ്പിച്ച് പ്രേക്ഷകരെ തന്നെ അത്ഭുതപ്പെടുത്തി. ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ കൊണ്ട് നിറയുകയാണ് അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ. ബറോസും തുടരും, എമ്പുരാൻ, ഹൃദയപൂർവ്വം, ഋഷഭ എന്നീ ചിത്രങ്ങളുടെ റിലീസിംഗ് ഡേറ്റുകൾ. ഈ വർഷത്തിൽ സംഭവിച്ച ആ ഒരു ഇടിവ് എല്ലാം 2025 തിരിച്ചു പിടിക്കും എന്ന ആത്മവിശ്വാസത്തോടെ പ്രേക്ഷകരും ഒപ്പം കൂടിയിട്ടുണ്ട്. മോഹൻലാൽ ആരാധകർക്ക് പറയാനുള്ളതും അത് തന്നെയായിരുന്നു, വരുന്നത് രാജാവാകുമ്പോൾ വരവ് രാജകീയം ആവണം എന്നത് തന്നെ. എന്തായാലും ഈ ഒരു പൊളി അപ്ഡേറ്റ് ശരിക്കും ആരാധകരെ ഞെട്ടിപ്പിച്ചു എന്നത് കമന്റ് ബോക്സുകളിൽ വായിക്കാവുന്നതാണ്. ദ കിങ് ഈസ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ ഇതിനൊപ്പം കൂടിയത്. എന്തായാലും ഏറ്റവും വലിയ വെയിറ്റിംഗ് ആണ് അവർ നടത്താൻ പോകുന്നത് എന്നും അവർ പറയുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസാണ്. കാരണം ആ ചിത്രമാണല്ലോ ആദ്യം അവർക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ഇതിന്റെ സ്പെഷ്യൽ ഷോയ്ക്ക് വേണ്ടിയുള്ള ആരാധകരുടെ ഒത്തുകൂടലൊക്കെ നമ്മൾ കാണുകയാണ് ഈ അവസരത്തിൽ. അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഷോ ബറോസിന്റേതായി വരുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ടിക്കറ്റ് സെയിലിംഗിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് അവർ നൽകുന്നത്. ഫാൻ ഷോകൾ ഉണ്ടാകുമോ എന്നറിയില്ല, പക്ഷേ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഷോ എന്തായാലും കാണും. അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അവരും. ആരാധകർ രണ്ടും കൽപ്പിച്ചാണ്. ആ രണ്ടും കൽപ്പിച്ചിരിക്കുന്ന ആരാധകർക്ക് മുന്നിലേക്കാണ് ഏറ്റവും വമ്പൻ അപ്ഡേറ്റുകളും എത്തിയിരിക്കുന്നത്. 2025 ഒരു ഒന്നൊന്നര വരവ് തന്നെയാണ് മോഹൻലാലിന്റേതായി സംഭവിക്കാൻ പോകുന്നത്. എല്ലാം മികച്ച സിനിമകളാകട്ടെ എന്നതാണ് അവരുടെ പ്രാർത്ഥനയും. എന്തായാലും മോഹൻലാൽ ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് എമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിലുമാണ്, അതിനൊപ്പം തന്നെ ബറോസിന്റെ റിലീസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും നടത്തുന്നുണ്ട്. എമ്പുരാൻ പാലക്കാട് ഷൂട്ട് ചെയ്യുന്ന അവസരത്തിൽ തന്നെ മോഹൻലാൽ ബറോസ് എന്ന സിനിമയുടെ പ്രൊമോ ഷൂട്ടിനും പങ്കെടുക്കുന്നുണ്ട്. ബറോസിന്റെ പ്രൊമോ ഷൂട്ടിന് വേണ്ടി മോഹൻലാൽ സ്റ്റുഡിയോയിൽ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ. എല്ലാത്തിനും മുൻകൈ എടുത്തിരിക്കുകയാണ് മോഹൻലാൽ ഇപ്പോൾ. അപ്പോഴാണ് ഒരു ലോഡ് മോഹൻലാൽ ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപനവുമായി ആന്റണി പെരുമ്പാവൂർ എത്തിയിരിക്കുന്നതും.